ഞാൻ നിങ്ങളൊക്കെ മരിച്ചുപോയി. നമ്മുടെ മരണം ചുമ്മാ ഒന്ന് വിഭാവനം ചെയ്തേ. ചുറ്റും നിന്ന് ആർത്തലച്ച് കരയുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുടുംബം ഹൃദയം തകർന്ന് കരയും. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മനുഷ്യർ, ഏറെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ ഇനി എന്ത് എന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ശൂന്യത നോക്കി അന്തം വിട്ടുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള ബന്ധുമിത്രാദികളൊക്കെ നമ്മളെക്കുറിച്ചോർത്ത് വല്ലാത്ത ഓർമ്മകളായി ഇറക്കി കഴിഞ്ഞുപോയ കാലത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കും. നാട്ടുകാരൊക്കെയും വന്നു പോകും. പ്രിയപ്പെട്ടവരൊക്കെയും അപ്പോഴും തകർന്ന് ഒരു ചുവരിന്റെ ഓരം പറ്റി നിൽക്കും. പിറ്റേ ദിവസം ഏറെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു പോസ്റ്റ് ഇടും. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ പടം നിറയും. നമ്മളെക്കുറിച്ച് ആൾക്കാർ നല്ലത് ഓർത്തെടുക്കും. ചിലരൊക്കെ നല്ലതല്ലാത്തതും പരസ്പരം ചർച്ച ചെയ്യും. രണ്ടാം ദിവസം ഏറെ പ്രിയപ്പെട്ട ബന്ധുക്കൾ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് തുടങ്ങും. മൂന്നാം ദിവസം അവർക്കിനി ജീവിച്ചേ പറ്റൂ എന്ന റിയാലിറ്റിയിലേക്ക് അവർ ഉണരും, അല്ലെങ്കിൽ അവരെ ഉണർത്തപ്പെടും. അവർ പതിയെ ജീവിച്ചു തുടങ്ങും. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചത്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ജീവിച്ചത്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും മാത്രം എഫേർട്ട് എടുത്തത്, അവരൊക്കെയും ജീവിതത്തിലേക്ക് മടങ്ങി വരും. വരണം, അതാണ് വേണ്ടത് അല്ലേ? ഞാനോ നിങ്ങളോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ പിന്നെ നമ്മളെയും കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അവർ റിയാലിറ്റിയിലേക്ക് മടങ്ങി വരിക തന്നെ വേണം. ഇതാണ് റിയാലിറ്റി എന്ന് ഞാൻ ഓർമ്മിച്ചത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അപ്പുറം, അതിലുണ്ടാകുന്ന കുറച്ച് ചർച്ചകൾക്കപ്പുറം ഒന്നും നമ്മുടെ മരണത്തിനൊന്നും തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദൈർഘ്യമില്ലെന്നേ. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കുറച്ച് കൂടുതൽ നാൾ ആ ദൈർഘ്യം ഉണ്ടാവും. ഒരു 100 വർഷം കഴിഞ്ഞു, നിങ്ങൾ മരിച്ചിട്ട് ഒരു 100 കൊല്ലം കഴിഞ്ഞു നോക്കിയാൽ നിങ്ങളെ ഇല്ല. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെന്ന ഒരു ഇതിഹാസ താരത്തിനെ കുറിച്ചൊക്കെ 100 കൊല്ലത്തിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നേ. നിങ്ങൾ ഇപ്പൊ ഈ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ അപ്പം മാഞ്ഞു. എന്താണ് പോയിന്റ് എന്നല്ലേ ആലോചിക്കുന്നത്? സിമ്പിളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ജീവിക്കണം. നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും. ഇപ്പൊ ഞാനിപ്പോ നിലവിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടോ ഇല്ലാതിരിക്കുന്നത് കൊണ്ടോ ഭൂമിയുടെ ഒരു വലിയ സ്കെയിലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വളരെ നിസ്സാരനായ ഒരു മനുഷ്യൻ. അപ്പൊ ഞാൻ എന്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ജീവിക്കണം. എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയെടുക്കണം. എന്റെ കുടുംബത്തിനെ ഞാൻ നന്നായിട്ട് നോക്കണം. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറച്ചെങ്കിലും സമയം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഞാൻ നിങ്ങളടുത്ത് അതാ പറയുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹൃദയം നിറഞ്ഞ് ജീവിക്കാം, പക്ഷെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തലായി എടുത്താൽ മതി പ്രിയപ്പെട്ടവരെ. പലപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ടല്ലാതെ ഒരു കാര്യവും ഇല്ലാത്ത ചില മനുഷ്യർക്ക് വേണ്ടിയിട്ട് പോലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എഫേർട്ട് എടുത്ത് അവർക്കായി മാത്രം ജീവിക്കുന്നുണ്ട്. അതേ എഫേർട്ടിന്റെ പകുതിയിലൊന്ന് നിങ്ങൾക്കായിട്ടെടുക്കും. ജീവിക്കണ്ടേ? നമുക്ക് മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായിരുന്നു എന്ന് നമുക്കെങ്കിലും തോന്നണ്ടേ?